എല്ലാവർക്കും സ്വാഗതം മാപ്ര യൂട്യൂബ് മലയാളം ചാനലിലേക്ക്. പുതിയ വാർത്തകളും വിശകലനങ്ങളും ഉടനടി അറിയാൻ ഞങ്ങളോടൊപ്പം തുടരൂ. ഇന്ത്യൻ രാഷ്ട്രീയത്തിലും കേരള ചരിത്രത്തിലും പുതിയൊരു അധ്യായം കുറിച്ചുകൊണ്ട് UDF സർക്കാർ അധികാരത്തിലേറിയിരിക്കുകയാണ്. വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള 21 അംഗ മന്ത്രിസഭ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. എന്നാൽ ഈ മന്ത്രിസഭയിൽ രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു അപൂർവ രാഷ്ട്രീയ വിസ്മയമുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് സംഭവിച്ച ദയനീയ തോൽവിയോടെ 1977 ശേഷം ആദ്യമായി ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണമില്ലാതായിരിക്കുകയാണ്. പശ്ചിമബംഗാളും ത്രിപുരയും നേരത്തെ കൈവിട്ട CPMന് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ അവസാന തുരുത്തായിരുന്ന കേരളവും നഷ്ടപ്പെട്ടു. അങ്ങനെ 5 പതിറ്റാണ്ടുകാലത്തെ ചരിത്രത്തിനാണ് ഇവിടെ വിരാമമായത്. എന്നാൽ ഇതേ വേദിയിലാണ് മറ്റൊരു ചരിത്രം പിറന്നത്. സതീശൻ മന്ത്രിസഭയിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ CMP ജനറൽ സെക്രട്ടറി CP ജോൺ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. മുഖ്യധാര ഇടതുപക്ഷത്തിന് ഭരണം നഷ്ടമായ ഈ സാഹചര്യത്തിൽ രാജ്യത്തെ ഏക കമ്മ്യൂണിസ്റ്റ് മന്ത്രി ഇനി UDFനൊപ്പം എന്ന അപൂർവ വിശേഷണമാണ് CP ജോണിനും ഈ സർക്കാരിനും ലഭിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ നിന്നും UDF സ്ഥാനാർത്ഥിയായി വിജയിച്ച ഈ 69കാരൻ ഇന്ന് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെ ഭരണപരമായ ഏക പ്രതിനിധാനമായി മാറിയിരിക്കുകയാണ്. CP ജോൺ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും. ആരാണ് CP ജോൺ? അദ്ദേഹത്തിന്റെ ഈ പദവിക്ക് പിന്നിൽ കേരള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ വലിയൊരു പിളർപ്പിന്റെ ചരിത്രമുണ്ട്. 1980കളിൽ CPMനുള്ളിൽ ഉടലെടുത്ത ആശയപരമായ തർക്കങ്ങളാണ് ഇതിന് കാരണം. അന്ന് CPM സംസ്ഥാന നേതൃത്വത്തിലുണ്ടായിരുന്ന കരുത്തനായ നേതാവ് MV രാഘവൻ കോൺഗ്രസ് വിരുദ്ധ മുന്നണി ശക്തമാക്കാൻ മുസ്ലിം ലീഗും കേരള കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒരു ബദൽ രേഖ മുന്നോട്ടുവച്ചു. എന്നാൽ EMS ഉൾപ്പെടെയുള്ള പാർട്ടി നേതൃത്വം ഇതിനെ എതിർക്കുകയും 1986ൽ MV രാഘവനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. അന്ന് യുവനേതാവായിരുന്ന CP ജോൺ ഉൾപ്പെടെയുള്ള രാഘവന്റെ അനുയായികൾ പാർട്ടി വിട്ട് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി CMP രൂപീകരിച്ച് UDFന്റെ ഭാഗമായി. MV രാഘവന്റെ വിയോഗശേഷമാണ് CP ജോൺ പാർട്ടിയുടെ അമരക്കാരനാകുന്നത്. പുതിയ മന്ത്രിസഭയിൽ കോൺഗ്രസിന് 11ഉം ലീഗിന് 5ഉം സീറ്റുകൾ ലഭിച്ചപ്പോൾ മറ്റ് സഖ്യകക്ഷികൾക്ക് ഓരോന്ന് വീതമാണ് ലഭിച്ചത്. ഇതിൽ CP ജോണിന് മികച്ച വകുപ്പുകൾ തന്നെ ലഭിക്കുമെന്നാണ് സൂചനകൾ. പേരിൽ കമ്മ്യൂണിസ്റ്റുണ്ടെങ്കിലും UDFനൊപ്പമുള്ള CMPയുടെ ഈ മന്ത്രിസ്ഥാനം കമ്മ്യൂണിസ്റ്റ് ഭരണമില്ലാത്ത ഇന്നത്തെ ഇന്ത്യയിൽ ഒരു ലെഫ്റ്റ് സെന്റർ സഖ്യത്തിന്റെ പുതിയ പ്രതീകമായി രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. കേരള രാഷ്ട്രീയത്തിലെ ഈ അപൂർവ ചരിത്രനേട്ടത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Thank you.